ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. വക്കീൽ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ കാരണമല്ലേ അവന്മാർ പുറത്തിറങ്ങിയത്. ഞാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് അന്ന് അബിയെ തല്ലിയിലായിരുന്നെങ്കിൽ അവന്മാർ ഇപ്പോഴും ജയിലിൽ കിടന്ന് നരയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവന്മാർ പുറത്തായതുകൊണ്ട് എല്ലാവർക്കും ശല്യമാവുള്ളൂ. വക്കീലിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അഭിയുടെ അടുത്ത് അങ്ങനെ പെരുമാറും. അവനൊരു കെണി ഒരുക്കിട്ടാ വിളിക്കുന്നതെന്ന് വക്കീലിന് അറിയില്ലായിരുന്നല്ലോ. അവന്മാർ തടുക്കാൻ എന്തെങ്കിലും വഴി ആലോചിക്കണം. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ അടിപിടി ഒന്നും വേണ്ട. നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. അതിനൊക്കെ പരിമിതികളുണ്ട്. ആയിക്കോട്ടെ, ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അവന്മാര് വീണ്ടും ഒരു കെണി ഒരുക്കി കാത്തിരിക്കുവാണെങ്കിൽ ചെന്ന് കയറി കൊടുക്കാതിരിക്കുന്നതാ ബുദ്ധി. അവന്മാര് എപ്പോ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ താനങ്ങനെ മനസ്സമാധാനമായിട്ട് പഠിക്കുള്ളൂ. കോളേജിനകത്ത് അവന്മാരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവിടെ മൊത്തം പ്രൊഫസർമാരും ക്യാമ്പസും അഭിക്കെതിരാ. അതുകൊണ്ട് അവിടെ ഞാൻ സേഫ് ആയിരിക്കും. അപ്പോഴും കുറച്ചു കാലം പേടിക്കണം. ഇവന്മാരൊക്കെ ജീവിതകാലം മുഴുവൻ പേടിച്ച് കഴിയേണ്ടി വരുമോ? നമുക്ക് നമ്മുടേതായ കുറെ ലക്ഷ്യങ്ങളില്ലേ? വക്കീലിന് മജിസ്ട്രേറ്റ് ആകണം, എനിക്ക് ഡോക്ടർ ആവണം, ഈ വീട് വാങ്ങാൻ ഗിരിയേട്ടനും ചേച്ചിയും തന്ന കാശ് തിരിച്ചു കൊടുക്കണം. നമ്മൾ ആ ലക്ഷ്യങ്ങൾക്ക് പുറകെ പോയാൽ മാത്രം മതി. ഇവന്മാര് കാരണം നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കാതിരിക്കരുത്. പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ പ്രഷർ അടിച്ചിരിക്കുമ്പോൾ എങ്ങനെയുള്ള ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നത്? അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു സിനിമയ്ക്ക് പോവാം, ബീച്ചിൽ പോവാം, ടൂറിന് പോവാം. അയ്യടാ, ടെൻഷൻ മാറ്റാൻ എന്ത് പറഞ്ഞപ്പോഴേ പോക്കറ്റ് കാലിയാക്കാനുള്ള വഴിയാണോ താൻ പറഞ്ഞിരുന്നത്? താൻ ആള് കൊള്ളാലോ. താനേ പോയി കുളിച്ചിട്ട് വാ, ഞാനേ ഒരു ചായ ഉണ്ടാക്കി തരാം. മുരുടെ വക്കീലെ. നാളെ അമ്മയുടെ പിറന്നാളായതുകൊണ്ട് ഇന്ന് മുതൽ അമ്മയ്ക്ക് കംപ്ലീറ്റ് റെസ്റ്റാ. അമ്മ ഒരു ജോലി പോലും ചെയ്തു പോരുത്. അല്ലെങ്കിൽ തന്നെ ഇവരിപ്പോ എന്ത് ജോലിയാ ചെയ്യാറുള്ളത്? എല്ലാം ഞാനല്ലേ ചെയ്യുന്നത്. എന്താടാ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ടെന്ന് പറയായിരുന്നു. അപ്പോ വേണ്ടപ്പെട്ടവരെല്ലാരുമായി. എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നെ? നിനക്ക് അസുഖം വല്ലതുണ്ടോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി വാ, നമുക്കേ നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. അമ്മയും അങ്ങോട്ട് വാ. എന്തൊക്കെ പരിപാടികൾ വേണമെന്ന് പിറന്നാള് കാര്യം തന്നെ പറയട്ടെ. അത് ശരിയാ. വാ അമ്മ. എന്താടാ പ്രശ്നം? നിന്റെ മഹിമയുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. ഏയ് ഒന്നുമില്ലടാ. എന്റെ അടുത്ത് നീ ഒളിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തോ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. കാര്യം എന്നോട് പറ. ആ അബി മഹിമയുടെ കോളേജിലേക്ക് വീണ്ടും വന്നു. എന്തിന്? അവനും ബിബിമോനും കോളേജിൽ വീണ്ടും അഡ്മിഷൻ എടുക്കാൻ പോവാ. അതെങ്ങനെ ശരിയാവും? അവൻ കുറ്റവാളി ആയതുകൊണ്ട് കോളേജ് തന്നെ അവനെ പുറത്താക്കിയതല്ലേ? ആ കേസിൽ അവൻ നിരപരാധിയാണെന്ന് അവൻ കോടതി തെളിയിച്ചില്ലേ? അതുകൊണ്ട് അവനെയും ബിബിമോനെയും ആ കോളേജിൽ തുടർന്ന് പഠിക്കാൻ സമ്മതിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവന്മാർ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതെന്തായാലും കോടതി അംഗീകരിക്കാനാണ് സാധ്യത. നീ വെറുതെ അവന്മാരെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ കൂട്ടണ്ട. അവന്മാരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചോളാം. നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനും പോകണ്ട. ഇതാണോ ആവശ്യമില്ലാത്ത കാര്യം? അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ പേടിച്ച് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. നാളെ ഞാൻ എന്തായാലും അവനോട് സംസാരിക്കുന്നുണ്ട്. തൽക്കാലം നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഒന്ന് റിലാക്സ് ചെയ്യാം. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ചേച്ചി എവിടെ പോയി? ഫോണിലാ. സ്റ്റേഷനിൽ നിന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞ് വിളിച്ചിരുന്നു. എപ്പോഴും ഇങ്ങനെയാ. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം പോലും അവൾക്ക് കിട്ടുന്നില്ല. നീ ഡോക്ടർ ആവാൻ പഠിക്കുന്ന കുട്ടിയല്ലേ? ഈ അവസ്ഥയിൽ സ്വന്തം ആരോഗ്യം നോക്കാതെ നടക്കുന്നത് ശരിയാണോ? അല്ല,
ഞാനും പലതവണ ചേച്ചിയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനിയും കേട്ടില്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞോളാം. ഭാനുമതിയമ്മ ടെൻഷൻ അടിക്കണ്ട. നീ മതിയാക്കോ? അമ്മ എന്തു മാത്രം എന്നെ കൊണ്ട് തിരിച്ചത്? വയറ് പൊട്ടാറായി. ആ സന്തോഷേ, ആ പറ. അത് ഞാൻ അയച്ചോളൂ. അയ്യേ, എന്ത് വൃത്തികേടാ നീ കാണിക്കുന്നെ? എന്താ? നിനക്ക് വേറെ പ്ലേറ്റ് എടുത്ത് കഴിച്ചൂടെ? മുകുന്ദൻ കഴിച്ച പ്ലേറ്റിൽ തന്നെ കഴിക്കണോ? ഞാൻ എന്റെ ഭർത്താവ് കഴിച്ച പ്ലേറ്റിൽ തന്നെ അല്ലേ കഴിക്കുന്നേ. അതിനിപ്പോ നിനക്കെന്താ? ഈ വൃത്തികേടൊക്കെ കഴിക്കാൻ വരുമ്പോ കാണുമല്ലോ. ഇതിൽ എന്ത് വൃത്തികേടാ ഉള്ളത്? പണ്ട് നിന്റെ അച്ഛൻ കഴിച്ച പ്ലേറ്റിൽ നിന്നും ഞാനും കഴിച്ചിട്ടുണ്ട്. അതിലെന്താ തെറ്റ്? പണ്ട് നമ്മുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പല വൃത്തികേടുകളും കാണിക്കേണ്ടി വന്നു കാണും എന്ന് കരുതി അതിപ്പോഴും പിന്തുടരണമെന്നുണ്ടോ? ഞാൻ വക്കീല് കഴിക്കുന്ന പ്ലേറ്റ് തന്നെ കഴിക്കുന്നതുകൊണ്ട് നിനക്കെന്താ ബുദ്ധിമുട്ട്? എനിക്കിങ്ങനെയുള്ള പ്രഹസനം കാണുമ്പോ ദേഷ്യം വരും. പ്രഹസനം? ആ, ഇതൊക്കെ പണ്ടത്തെ കുലസ്ത്രീകൾ പതിവ്രത ചമയാൻ വേണ്ടി ചെയ്ത കുറെ പരിപാടികളാ. ഭർത്താവിന്റെ എച്ചില് കഴിക്കുക, 1 കിലോമീറ്റർ അകലെ നിന്ന് കാണുന്ന പോലെ നെറുകയില് സിന്ദൂരം തൊടുക, ഇതൊക്കെ വെറുതെ ആളുകളെ കാണിക്കാനുള്ള ഷോവാ. ശരിക്കും സ്നേഹമുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രഹസനങ്ങളുടെ ആവശ്യമൊന്നുമില്ല, അല്ലേ സഞ്ജുവേട്ടാ? ആ, അപ്പൊ നിനക്ക് സഞ്ജി കഴിക്കുന്ന പ്ലേറ്റ് കഴിക്കാൻ പറ്റില്ല അല്ലേ? വേണമെങ്കിൽ പറ്റും. പറ്റില്ല, എനിക്ക് അറയ്ക്കും. പറ്റില്ല. ആരാതൊക്കെ ചെയ്യാ? അയ്യേ. സഞ്ജയ്, എല്ലാവർക്കും പ്രായമാവും. പ്രായമായ അസുഖങ്ങളും വരും. അങ്ങനെ അസുഖം വരുന്നവരെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പരസഹായം ഇല്ലാതെ ഒന്ന് ടോയ്ലറ്റിൽ പോലും പോവാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ മിക്ക രോഗികളെയും ശുശ്രൂഷിക്കുന്ന അവരുടെ കുടുംബക്കാർക്ക് അവരെ വൃത്തിയാക്കാനും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനും ഒരു ബുദ്ധിമുട്ടും കാണിക്കാറില്ല. കാരണം അവർക്ക് ആ രോഗികളോടുള്ളതേ ആത്മാർത്ഥമായ സ്നേഹമാണ്. നീ കഴിച്ച പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാൻ അറപ്പ് തോന്നുന്ന ഇവള് നിനക്കെന്തെങ്കിലും അസുഖം ബാധിച്ച നിന്നെ ശുശ്രൂഷിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ വെറുതെ കാര്യങ്ങൾ വളച്ചൊടിക്കണ്ട. അസുഖം വരുമ്പോ ഉള്ള കാര്യം വേറെയാ. ആണോ? ആ, ആണെങ്കി സഞ്ജയ്ക്ക് കൊള്ളാം. പാവം, സ്വന്തം കുടുംബക്കാരെ പോലും വിട്ടിട്ട് നിന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നല്ലേ. അവനെ വേണ്ട പോലെ നോക്കിയില്ലെങ്കിലേ നിനക്ക് ദൈവകോപം കിട്ടും.